നമ്മൾക്ക് ഇനി പ്രധാനമായിട്ടും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ടോപ്പോളജിയെക്കുറിച്ച് പഠിക്കാം. ഇപ്പോൾ നമ്മൾക്ക് കുറേ കമ്പ്യൂട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവയൊക്കെ എങ്ങനെയാണ് നെറ്റ്വർക്കിൽ അറേഞ്ച് ചെയ്യുന്നതിന്? അപ്പോൾ അതിന് നമുക്ക് ടോപ്പോളജി എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ദ ഫിസിക്കൽ ഓർ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക് നോൺ ആസ് ടോപ്പോളജി. ഇപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ടോപ്പോളജികളുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബസ് ടോപ്പോളജി ഉണ്ട്, ബസ് ടോപ്പോളജി, അതുപോലെ തന്നെ റിംഗ് ടോപ്പോളജി, അതുപോലെ തന്നെ സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി. ഇങ്ങനെ നമ്മൾക്ക് പലതരത്തിലുള്ള ടോപ്പോളജികളുണ്ട്. ഇത് ഓരോ കാലത്തും ജനറേറ്റ് ആയി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ആദ്യമേ നമുക്ക് ബസ് ടോപ്പോളജി എന്താണെന്ന് നോക്കാം. ബസ് ടോപ്പോളജി ആദ്യകാലങ്ങളിൽ നെറ്റ്വർക്കിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് കോയാക്സിൽ കേബിളുകളായിരുന്നു. അപ്പോൾ കോയാക്സിൽ കേബിൾ നമുക്ക് എടുക്കാം. ഈ കോയാക്സിൽ കേബിൾ വെച്ച് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ കണക്റ്റ് ചെയ്യും. ഇതെന്ത് കേബിളായിരുന്നു? കോയാക്സിൽ കേബിൾ. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഞാൻ ആദ്യത്തെ കമ്പ്യൂട്ടറിന് PC1 എന്നും രണ്ടാമത്തേന് PC2, മൂന്നാമത്തേന് PC3 എന്നിങ്ങനെ കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് PC1 നിന്ന് PC3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ആ സെയിം കേബിളിൽ തന്നെയാണ് PC2 കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേബിളിനെ നമ്മൾക്ക് പ്രധാനമായിട്ടും ബാക്ക് ബോൺ കേബിൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഇതുവഴിയാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ബാക്ക് ബോൺ കേബിൾ എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഈ കമ്പ്യൂട്ടറുകളും കേബിളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ T കണക്ടറാണ് ഉപയോഗിച്ച് വരുന്നത്. T കണക്ടർ. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോയാക്സിൽ കേബിളിൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ എയറുമായിട്ട് ഇത് കൊളൈഡ് ചെയ്തിട്ട് ഒരു എയറുമായിട്ട് അത് ഒരു ഇൻ്റർഫറൻസും അതായത് ഒരു കൊളീഷനൊക്കെ ഉണ്ടായിട്ട് സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ T കണക്റ്റേഴ്സ് രണ്ട് സൈഡിലും നമ്മൾ ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നു. ടെർമിനേറ്റർ അതായത് എയറുമായിട്ടുള്ള കൊളീഷൻ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ടെർമിനേറ്റർ രണ്ട് സൈഡിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് അത്ര നല്ലൊരു ടോപ്പോളജി അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് PC1 PC3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഈ കേബിളിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ, അതായത് എനിക്കിപ്പോൾ PC3 ഇടയ്ക്ക് വരുന്ന ഇവിടെ എന്തെങ്കിലും ഒരു കേബിൾ ബ്രേക്ക് ആവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കണക്ഷൻ കട്ടാവും. അപ്പോൾ ഇത് നല്ലൊരു ടോപ്പോളജി അല്ല. ഓക്കെ, അതായത് നമ്മുടെ ഈ ബാക്ക് ബോൺ കേബിളിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന കാരണം ഇത് ഒരു നല്ല ടോപ്പോളജി അല്ല. ഇനി അടുത്ത റിംഗ് ടോപ്പോളജി എങ്ങനെയാണ് നോക്കാം. ഈ ബസ് ടോപ്പോളജി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് നമുക്ക് റിംഗ് ടോപ്പോളജിയെക്കുറിച്ച് നോക്കാം. റിംഗ് ടോപ്പോളജി. ഈ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നതിന് നമ്മുടെ കമ്പ്യൂട്ടറുകളൊക്കെ ഒരു റിങ്ങിൻ്റെ സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു 4 കമ്പ്യൂട്ടറുകൾ നമുക്ക് എടുക്കാം. ഈ കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്റ്റ് ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിന് ഞാൻ PC1, PC2, PC3, PC4 എന്നിങ്ങനെ വിളിക്കുന്നു. എനിക്കിപ്പോൾ PC1 നിന്ന് PC3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സിഗ്നൽ ഇതാ ഇങ്ങനെ പോയി അവിടെ എത്തി, PC2 PC3 എത്തി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ PC2 ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള കേബിൾ ഡൗൺ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അതായത് PC1 നിന്ന് PC3 സിഗ്നൽ എത്തത്തില്ല, അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ റിംഗ് ടോപ്പോളജിയും അത്ര നല്ലൊരു ടോപ്പോളജി അല്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പോളജിയെക്കുറിച്ച് നോക്കാം. അടുത്ത ടോപ്പോളജിയുടെ പേര് സ്റ്റാർ ടോപ്പോളജി എന്നാണ്. സ്റ്റാർ ടോപ്പോളജി. ഈ ടോപ്പോളജിയാണ് നമ്മളിപ്പോൾ മിക്കയിടത്തും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു 3 കമ്പ്യൂട്ടർ എടുക്കാം. PC1, PC2, PC3. ഈ 3 കമ്പ്യൂട്ടറുകളും നമ്മൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്വിച്ച് യൂസ് ചെയ്യുന്നു.
ഈ നെറ്റ്വർക്ക് സ്വിച്ചുമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ കാലങ്ങളിൽ ഇവിടെ സ്വിച്ചിന് പകരം ഹബ്ബൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ PC 1 നിന്നുകൊണ്ട് PC 3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സിഗ്നൽ നേരെ PC 1 നിന്ന് സ്വിച്ചിലെത്തി സ്വിച്ചിൽ നിന്ന് PC 3 എത്തിക്കോളും. അതുപോലെ PC 1 ഇരുന്നുകൊണ്ട് എനിക്ക് PC 2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. ഇനി എനിക്കിപ്പോൾ ഈ PC 2 കേബിൾ എന്തെങ്കിലും ബ്രേക്ക് ആവുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ PC 3 കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കുന്നതല്ല. പിന്നെ പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്വിച്ച് എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അവിടെ പോസിബിൾ ആകുന്നില്ല. ഓക്കെ, അപ്പം ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഡിവൈസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മളിത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് ഒരു ടോപ്പോളജി ഉണ്ട്, അതിനെ നമുക്ക് മെഷ് ടോപ്പോളജി എന്ന് വിളിക്കാനായിട്ട് പറ്റും. മെഷ് ടോപ്പോളജി. എനിക്കിപ്പം ഒരു 4 സെർവറിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ ഒരു 4 സെർവറുകൾ. ഈ ആദ്യത്തെ സെർവറിനെ സെർവർ 1, സെർവർ 2, സെർവർ 3, സെർവർ 4 ഇങ്ങനെ 4 കൺസിഡർ ചെയ്യുന്നു. എനിക്കിപ്പോൾ സെർവർ 1ഉം 2ഉം തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ സെർവർ 1ൽ നിന്ന് സെർവർ 2 കണക്ഷൻ എടുത്തു. സെർവർ 2വിൽ നിന്ന് സെർവർ 4 കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തമ്മിൽ എനിക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി S1ൽ നിന്ന് സെർവർ 1ൽ നിന്ന് സെർവർ 4 കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സെർവർ 2 സെർവർ 4 കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതുപോലെ സെർവർ 1ൽ നിന്ന് സെർവർ 3 എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു നമുക്കൊരു വേ ഓഫ് ആയിട്ട് ഡൗൺ ആയാലും അടുത്ത വേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കുറേ കൂടെ സെക്യൂർ ആക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെല്ലാം ഫെയിലിയർ ആയെന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടോപ്പോളജിനെയാണ് മെഷ് ടോപ്പോളജി പറയുന്നത്. അതായത് ഒരു വിധത്തിലും നമ്മുടെ സെർവറുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡൗൺ ആകരുത് എന്നൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ മെഷ് ടോപ്പോളജി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടോപ്പോളജിയാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയും. ഹൈബ്രിഡ് ടോപ്പോളജി അതായത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടോപ്പോളജിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. അതായത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടോപ്പോളജി. അതായത് ഞാനിപ്പോൾ ഈ പടം കൂടി എടുക്കണം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ മെഷ് ടോപ്പോളജിയാണ് യൂസ് ചെയ്തത്. ഞാൻ ഈ സെർവറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഒരു സ്വിച്ചിലോട്ട് കൊടുത്തിട്ട് ആ സ്വിച്ചിൽ നിന്ന് ഞാനൊരു കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും 2 ടോപ്പോളജി കയറി വന്നല്ലേ. ഇവിടെ ഇപ്പം മെഷും ഉണ്ട്, അപ്പുറത്ത് സ്റ്റാറും ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറോടെ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പോളജിന്, അതായത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടോപ്പോളജീനെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടോപ്പോളജീസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടോപ്പോളജി ഏതാണ്? നമ്മൾ നെറ്റ്വർക്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. അപ്പോൾ നമുക്കിങ്ങനെ പലതരത്തിലുള്ള ടോപ്പോളജികളുണ്ട്. ഈ ടോപ്പോളജികൾക്ക് അനുസരിച്ച് നമ്മുടെ നെറ്റ്വർക്ക് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജി ആണ്.